ഹലോ സ്റ്റുഡൻസ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക്ക്, അതായത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് എടുക്കുന്ന ടോപ്പിക്ക് അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ എന്ന മൊഡ്യൂളിലെ കാര്യങ്ങളാണ്. അതായത് നമുക്കറിയാം ഇതിൽ വരുന്ന കാര്യങ്ങൾ, ഷെയർ എങ്ങനെ ഇഷ്യൂ ചെയ്യണം, ദെൻ ആ ഷെയർസിൻ്റെ ഇഷ്യൂവിൽ വരുന്ന ജേണൽ എൻട്രീസ്, ദെൻ ഫോർ ഫീച്ചർ, റീഇഷ്യൂ, അങ്ങനെ വരുന്ന നമ്മൾ കുറച്ച് മുന്നേയൊക്കെ നോക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഗെയിൻ ഒന്നും കൂടി ഒരു കമ്പനിയുടെ ഫോർമാറ്റിൽ, ഒരു കമ്പനി എങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എങ്ങനെ അവർ ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നു, ദെൻ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നോക്കാനുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തുന്നത്, പബ്ലിക് ഇഷ്യൂ എങ്ങനെയാണ് ചെയ്യുന്നത്, പ്രോസ്പെക്ടസ് വഴി എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, പ്രോസ്പെക്ടസ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. നമ്മൾ കമ്പനിയുടെ തിയോറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഈ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ, ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടത്, ദെൻ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ്, കോള്, ഫോർ ഫീച്ചർ, റീഇഷ്യൂ, ഇങ്ങനെയുള്ള കുറച്ച്, അതേപോലെ തന്നെ അതിൻ്റെ തിയറി ആയിട്ടുള്ള കുറച്ച് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, പബ്ലിക് ഇഷ്യൂ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് ഞാൻ ബേസിക്കായിട്ട് എന്താണ് കമ്പനി, ദെൻ കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് കമ്പനീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രം. കാരണം നമുക്കതൊന്ന് ജസ്റ്റ് ഒന്നൊരു കമ്പനിയിലേക്ക്, ഷെയർ ക്യാപിറ്റലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് എന്നുള്ളത്. പലതരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ദറ്റ് ഇസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, കമ്പനി, അല്ലേ? പല രീതിയിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ട്. അതിൽ എല്ലാത്തിനും നമുക്കറിയാം, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പേഴ്സൺ ഓൺ ചെയ്യുന്ന ഷോപ്പുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയാം. അത് വലുതാവാൻ പാടില്ല എന്നൊന്നുമില്ല കേട്ടോ, വലുതാവാം ചെറുതും ആവാം. പക്ഷേ ഓണർഷിപ്പ് ഇസ് ഓൺലി ഫോർ സിംഗിൾ പേഴ്സൺ. പക്ഷേ പാർട്ട്ണർഷിപ്പ് ആകുമ്പോഴേക്കും അവിടെ നമുക്കറിയാം, 2 or more പേഴ്സൺ ജോയിൻ ടുഗദർ ടു ഫോം എ ബിസിനസ് ഓർഗനൈസേഷൻ, ദറ്റ് ഇസ് നോൺ ആസ് പാർട്ട്ണർഷിപ്പ് ഫോം. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 അനുസരിച്ച് അത് നമുക്കറിയാം. ദെൻ പിന്നെ നമുക്കിവിടെ വേണ്ടത് കമ്പനി. കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. ഒരു വ്യക്തികളുടെ അസോസിയേഷൻ അല്ലെങ്കിൽ കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമ്പനി എന്ന് പറയുന്നത്. ഹു കോൺട്രിബ്യൂട്ട് മണി ഓർ മണീസ് വേർത്ത്, അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്ത്? പണമാവാം, അതല്ലെങ്കിൽ പണത്തിൻ്റെ രൂപത്തിൽ വരുന്ന വേറെ എന്തെങ്കിലും ആവാം. ടു എ കോമൺ സ്റ്റോക്ക് ആൻഡ് യൂസ് ഇറ്റ് ഫോർ എ കോമൺ പർപ്പസ്. അതൊരു കോമൺ സ്റ്റോക്കായിട്ട് യൂസ് ചെയ്യും. അവർ കൊണ്ടുവരുന്ന ഫിനാൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ, അതല്ലെങ്കിൽ ചിലപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മെഷീനറീസ് ആവാം, അതല്ലെങ്കിൽ പ്ലാന്റ് ആവാം, എക്യുപ്മെൻറ്റ് ആവാം, ദെൻ ബിൽഡിങ്ങിനുള്ള കോൺട്രിബ്യൂഷൻ ആവാം, ഇതൊക്കെ ആവാം. കോമൺ സ്റ്റോക്ക് അവർ തരുന്നത് കോമൺ സ്റ്റോക്കായിട്ട് ഫേം യൂസ് ചെയ്യുന്നു. ദെൻ കോമൺ പർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു 50 പേഴ്സൺസ് ഉണ്ടെങ്കിൽ 50 പേഴ്സൺസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കോമൺ ആയിട്ട് ബിസിനസ് ഒരുപോലെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ജസ്റ്റിസ് ജെയിംസ് ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്, കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് യുണൈറ്റഡ് ഫോർ എ കോമൺ ഒബ്ജക്റ്റ്. അതായത് കമ്പനി എന്ന് പറഞ്ഞാൽ പേഴ്സൺസിൻ്റെ അസോസിയേഷനാണ്, അത് യുണൈറ്റഡ് ഫോർ കോമൺ ഒബ്ജക്റ്റ്. എന്താണോ കോമൺ ആയിട്ടുള്ള ഒരു ഫേമിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണോ അതിന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സണെയാണ് കമ്പനി എന്ന് പറയുന്നത്. 3(1) അനുസരിച്ച് കമ്പനീസ് ആക്ട് 1956 ഡിഫൈൻ ചെയ്യുന്നുണ്ട്, കമ്പനി ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഓർ ആൻ എക്സിസ്റ്റിംഗ് കമ്പനി. അതായത് കമ്പനീസ് ആക്ട് അനുസരിച്ച് ഫോം ചെയ്യുന്നതോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നതോ ആവാം, അതല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനി ആവാം. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? കമ്പനി എന്ന് പറയാം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. എന്താണ് കമ്പനി, ദെൻ കമ്പനി എന്താണ്, അതിൻ്റെ ആ ഒരു കമ്പനീസ് ആക്ട് 1956 കൊണ്ട് കമ്പനി എന്നുള്ളത് എന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി, നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഞാൻ ഇതിൻ്റെ ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ. സ്വമേധയാ വരികയാണ് അവർ, ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല. ഞാൻ കമ്പനിയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അധികം വോളണ്ടറി ചെയ്യുന്നത്. വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ആരുടെ കമ്പൽഷൻ കൊണ്ടോ അതല്ലെങ്കിൽ ഗവൺമെൻറ് നിർബന്ധമായിട്ട് നിർബന്ധിക്കുന്നത് കൊണ്ടോ ഒന്നും വരുന്നതല്ല, വോളണ്ടറി ആയിട്ടുള്ള അസോസിയേഷനാണ്.
ദെൻ കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഒരു കമ്പനി എന്ന് പറയുന്നത് എന്താണ്? വ്യക്തികളിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട്. ഈ വ്യക്തികളൊക്കെ കൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കമ്പനിക്ക് എന്തുണ്ട്? വ്യക്തി മീൻസ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു നിലനിൽപ്പ്, ലീഗൽ എൻറ്റിറ്റി ഉള്ള ഒന്നാണ് ഏത്? കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കുന്നുണ്ട് പേഴ്സണും അതേപോലെ തന്നെ കമ്പനിയുടെ പ്രോപ്പർട്ടീസും ഒക്കെ ഡിഫറെൻ്റ് ആണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. കമ്പനി ഒരിക്കലും വ്യക്തിയും കമ്പനിയും തമ്മിൽ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫിനാൻസ് അക്കൗണ്ടിങ്ങുകൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? കമ്പനിയുടെ പേരിലാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. വ്യക്തികൾ കോൺട്രിബ്യൂട്ട് ചെയ്തോട്ടെ, ദറ്റ് ഇസ് നോട്ട് എ മാറ്റർ. പക്ഷെ നമുക്ക് എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്? എങ്ങനെയായിരിക്കണം? കമ്പനിയുടെ പേരിലായിരിക്കണം. ദറ്റ് ഇസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനിക്ക് നമ്മൾ ചിലപ്പോൾ കമ്പനിയുടെ പേരിലായിരിക്കും കേസ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ഓണേഴ്സ് അല്ലല്ലോ റെസ്പോൺസിബിൾ, കമ്പനിയാണ് റെസ്പോൺസിബിൾ. അപ്പോൾ കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലീഗൽ എൻറ്റിറ്റി ഉള്ള ഒരു വ്യക്തിയെ പോലെ തന്നെ കാണുന്ന ഒന്നാണ് കമ്പനി എന്ന് പറയുന്നത്. കമ്പനിക്ക് കോമൺ സീൽ ഉണ്ടാവും. നമ്മൾ എന്ത് ഡോക്യുമെൻറ്റുകളിലും, ഇപ്പം ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ, മെമ്മോറാണ്ടം ആയിക്കോട്ടെ, എല്ലാ ഡോക്യുമെൻറ്റുകളിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? കമ്പനിയുടെ സീല് അതിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് കമ്പനിക്ക് എന്തുണ്ട്? കോമൺ സീലുണ്ട്. പെർപെക്ച്വൽ സക്സഷൻ. ഇന്ന് കമ്പനി തുടങ്ങി നാളെ അടച്ചുപൂട്ടും എന്നല്ല. നമ്മളുടെ ഉദ്ദേശം എന്താണ്? എത്ര കാലം വേണമെങ്കിലും ആ കമ്പനി അതേപോലെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ളതാണ് നമ്മൾ കമ്പനി തുടങ്ങുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദറ്റ് ഇസ് നോൺ ആസ് പെർപെക്ച്വൽ സക്സഷൻ. ഇത് മാത്രമൊന്നുമല്ല ഫീച്ചേഴ്സ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഴയ ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അറ്റ്ലീസ്റ്റ് ഇത്ര പോയിൻറ്റ്സ് എങ്കിലും നോട്ട് ചെയ്യാം. കൈൻഡ്സ് ഓഫ് കമ്പനി. നമുക്കറിയാം പല രീതിയിലുള്ള കമ്പനികളുണ്ട്, പല രൂപത്തിലുള്ള കമ്പനികളുണ്ട്. അതിൽ ഫസ്റ്റ് കാറ്റഗറൈസ് ചെയ്യുന്ന ബേസിസ് എന്ന് പറയുന്നത് ഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ചാർട്ടേഡ് കമ്പനി, പണ്ടത്തെ സ്പെഷ്യൽ ചാർട്ടർ പ്രകാരം രൂപീകരിക്കപ്പെടുന്ന കമ്പനികളെയാണ് നമ്മൾ ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത് അല്ലേ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ എന്താണ്? ഒരു ചാർട്ടേഡ് കമ്പനിയാണ്. അതായത് ചാർട്ടർ, കിങ്, രാജഭരണത്തിൻ്റെയൊക്കെ കാലത്ത് രൂപീകരിക്കപ്പെടുന്നത് കമ്പനികൾ ചാർട്ടർ പ്രകാരമാണ് അല്ലേ. അപ്പം അങ്ങനെ രൂപീകരിക്കുന്ന കമ്പനികളെ നമുക്ക് എന്തെന്ന് പറയാം? ചാർട്ടേഡ് കമ്പനി എന്ന് പറയാം. സ്റ്റാറ്റ്യൂട്ടറി, അതായത് പാർലമെൻറ്റിൽ സ്പെഷ്യൽ ആക്ട് പാസ്സാക്കിയിട്ട് രൂപീകരിക്കപ്പെടുന്നതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുക. സ്പെഷ്യൽ ആക്ട് പാസ്സാക്കിയിട്ട് വന്നതാണ് ലൈഫ് ഇൻഷുറൻസും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ. അതെ. അപ്പോൾ അതുകൊണ്ട് നിയമപരമായിട്ട് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം രൂപീകരിക്കപ്പെടുന്ന കമ്പനികളെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. രജിസ്റ്റേർഡ് കമ്പനി ഇസ് എ തേർഡ് ടൈപ്പ് ഓൺ ദ ബേസ് ഓഫ് ഫോർമേഷൻ, ദറ്റ് ഇസ് കമ്പനി രജിസ്റ്റേർഡ് ആസ് പെർ കമ്പനീസ് ആക്ട് 1956 പ്രകാരം. ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013 എന്ന് പറയും. അമെൻമെൻ്റ് ഒക്കെ വരുത്തി നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നതാ കമ്പനീസ് ആക്ട് കോർപ്പറേറ്റ് റെഗുലേഷൻ 2013 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പണ്ടത്തെ കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു എങ്കിലും ഇപ്പോൾ അത് ചേഞ്ചൊക്കെ വരുത്തി ഇപ്പോഴത്തെ കമ്പനീസ് ആക്ട് 2013 എന്നാണ് പറയുക. അപ്പോൾ അത് പ്രകാരം രൂപീകരിക്കുന്ന കമ്പനിയെ പറയുന്ന പേരാണ് രജിസ്റ്റേർഡ് കമ്പനി. ദിസ് ഈസ് ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ്, ദറ്റ് ഈസ് ഓൺ ദ ബേസ് ഓഫ് ഫോർമേഷൻ, ദറ്റ് ഈസ് ചാർട്ടേഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി. ദെൻ ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റി, ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ ലിമിറ്റഡ് ലയബിലിറ്റി, ദറ്റ് ഇസ് ലിമിറ്റഡ് കമ്പനീസ്, ലയബിലിറ്റി ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. ഞാൻ 10 രൂപയുടെ ഷെയറാണ് എൻ്റെ കൈവശം വെക്കുന്നതെങ്കിൽ ആ 10 രൂപയുടെ ഷെയറിന് മാത്രം എൻ്റെ ബാധ്യതകളെ ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദറ്റ് ഇസ് നോൺ ആസ് ലിമിറ്റഡ് കമ്പനീസ്. ദറ്റ് ഇസ് എൻ്റെ കയ്യിലുള്ള ഷെയർ എത്രയാണോ അതിൽ മാത്രം, മീൻസ് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന മാത്രം ലയബിലിറ്റി എനിക്കുള്ളെങ്കിൽ ദറ്റ് ഇസ് നോൺ ആസ് ലിമിറ്റഡ് കമ്പനി. ലിമിറ്റഡ് ആണല്ലോ എൻ്റെ ലയബിലിറ്റി, ദറ്റ് ഇസ് ലിമിറ്റഡ് കമ്പനി. ഗ്യാരണ്ടി കമ്പനി, ദറ്റ് ഇസ് ദ ലയബിലിറ്റീസ് ഓഫ് ദ മെമ്പേഴ്സ് ആർ limited to the amount he has undertaken contribute to the asset of the company in the event of its winding up. ലയബിലിറ്റി ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ അവരൊരു അസറ്റ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു ഗ്യാരണ്ടി അവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്, പക്ഷേ ഞാൻ വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഇത്ര, ഇൻ കേസ് കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ച് അടച്ചു പൂട്ടുകയാണെങ്കിൽ ഞാൻ ഇത്ര കോൺട്രിബ്യൂട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ് ഗ്യാരണ്ടി കമ്പനി. അൺലിമിറ്റഡ് കമ്പനീസ്, അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ എന്താവും? അപ്പോൾ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് അൺലിമിറ്റഡ്. മെമ്പേഴ്സ് ആർ പേഴ്സണലി ലയബിൾ ടു ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ company
സ്റ്റോപ്പ് മേക്കിംഗ് അപ്പ് ദ ഡെഫിഷ്യൻസി. കമ്പനിക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി വരികയാണ്, കാശില്ലായ്മ വന്നു, കമ്പനി അടച്ചു പൂട്ടുകയാണെങ്കിൽ എൻ്റെ സ്വന്തം പ്രോപ്പർട്ടികൾ വരെ എടുത്തിട്ട് എനിക്ക് വിറ്റ് കാശാക്കി ഇവർക്ക് ബാധ്യത, ക്രെഡിറ്റേഴ്സ് കടക്കാരുണ്ടാവുമല്ലോ, അവരുടെ ബാധ്യത സെറ്റിൽ ചെയ്യാം എന്നുള്ള കമ്പനികളെ പറയുന്ന പേരാണ് അൺലിമിറ്റഡ് കമ്പനീസ്. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റി ക്ലാസിഫൈഡ് ഇൻ ടു ലിമിറ്റഡ് കമ്പനീസ്, ഗ്യാരണ്ടി കമ്പനീസ്, അൺലിമിറ്റഡ് കമ്പനി. ദെൻ ഓൺ ദ ബേസ് ഓഫ് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി. സിമ്പിൾ, നമുക്കറിയാം. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനി ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾ ലിമിറ്റ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് 50, നമ്പർ ഓഫ് മെമ്പേഴ്സിനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവും. പ്രൊഹിബിറ്റ് ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഇറ്റ്സ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്, പബ്ലിക്കിലുള്ള ജനങ്ങൾ വന്നിട്ട് എൻ്റെ ഷെയർ വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള കമ്പനികളെയാണ് നമ്മൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർ നമുക്ക് പബ്ലിക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടില്ല. എന്നാൽ പ്രൈവറ്റ് അല്ലാത്ത കമ്പനികളെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്? പബ്ലിക് കമ്പനി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഓൺ ദ ബേസ് ഓഫ് ഫോർമേഷൻ, ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റി, ഓൺ ദ ബേസ് ഓഫ് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം, എങ്കിലും ഒന്ന് ഇതിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ ഒന്ന് അവെയർ ആവുക. ഓക്കെ, താങ്ക് യു.